മഹാനരായ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് ജനങ്ങളെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് വിപുലമായി 20 റക്അത്തായി തറാവീഹിനെ നിർവഹിച്ചത്. അവിടുന്ന് ഇങ്ങോട്ട് 4 മദ്ഹബിന്റെ ഇമാമിങ്ങളും തറാവീഹ് 20 റക്അത്താണ് എന്ന് പറഞ്ഞവരാണ്. ലോകത്തെ മഹാരഥന്മാരായ പണ്ഡിതന്മാരൊക്കെ അഭിപ്രായമാണ്. ഇന്ന് 8 റക്അത്താണ് എന്ന് പറയുന്ന ആളുകളുടെ കഴിഞ്ഞ കാലത്ത് ജീവിച്ചിരുന്ന എല്ലാ നേതാക്കളും 20 റക്അത്ത് നിസ്കരിച്ചവരാണ്. ഇബ്നു തൈമിയ്യക്ക് 20 റക്അത്താണ്. 1920 മുതൽ 40 വരെ ആദ്യകാലത്തിറങ്ങിയ ഇന്ന് 8 എന്ന് പറയുന്ന ആളുകളുടെ ഒക്കെ പുസ്തകങ്ങൾ, അവരുടെ മദ്രസ പുസ്തകങ്ങളിലൊക്കെ ഉള്ളത് തറാവീഹ് 20 റക്അത്താണ് എന്നാണ്. പിന്നെ എപ്പോഴാണ് ജിബ്രീൽ വന്നത് മാറ്റിക്കൊടുത്തതെന്ന് അറിയില്ല. അതുകൊണ്ട് സൗകര്യം നോക്കിയിട്ട് 8ന്റെ പള്ളിയിൽ പോയിട്ട് ഉള്ള റമദാനിലെ പുണ്യം കളയാൻ ആരും നിൽക്കണ്ട. നമ്മുടെ മാതൃക സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. അതിന്റെ പിന്നാലെ വന്ന ലോകം കണ്ട ലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപ്പാടമാക്കിയ മഹാനരായ മാലിക് ബിൻ അനസ് തങ്ങളെ പോലെ, ഇമാമുന ശാഫിഈ തങ്ങളെ പോലെ, ഇമാമുൽ ആലം അബൂ ഹനീഫ തങ്ങളെ പോലെ, ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ പോലെ അവിടെ നിങ്ങോട്ട് കിടക്കുന്ന പ്രൗഢമായ പാരമ്പര്യം ആ 20 റക്അത്താണ്. അത് വളരെ മനോഹരമായി എല്ലാ ദിവസവും നിർവഹിക്കണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. റമദാനിലും അല്ലാത്തപ്പോഴും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 11-ലധികം നിസ്കരിച്ചില്ല എന്ന ഹദീസ് അത് വിത്റിനെ കുറിച്ചാണ് എന്ന് ഹദീസുകളെ കൃത്യമായി മനസ്സിലാക്കി ഇമാമിങ്ങളൊക്കെയും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുൻഗാമികൾ ചെയ്തതുപോലെ നമ്മൾ കൃത്യം